ഇന്നു മുതൽ വുദൂഇന് ശേഷം വുദു എടുത്തു കഴിഞ്ഞ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്താൽ എല്ലാ ദാരിദ്ര്യവും മാറിക്കിട്ടും. ഈ ഒരു കാര്യം ചെയ്തില്ല എങ്കിൽ ദാരിദ്ര്യം നമ്മുടെ കൂടെ പിറപ്പായി മാറും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ദാരിദ്ര്യം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. ഒരു മനുഷ്യൻ അവൻ നാളെ ആഖിറത്തിൽ പല രൂപത്തിലാണ് വരുന്നത്, പല കോലത്തിലാണ് വരുന്നത്. നമ്മൾ മഹ്ശറയിൽ ചെല്ലുമ്പോൾ മുഖം 14-ാം രാവിലെ പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങുന്ന രൂപത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യും പിടിച്ച് സ്വർഗത്തിലേക്ക് നടന്നു പോവാൻ ഒരു സ്വലാത്ത് പറഞ്ഞു തരും, ചെറിയ ഒരു സ്വലാത്ത്. ഈ സ്വലാത്ത് എപ്പോഴാണ് പറയേണ്ടത്, ഇത് എത്ര പ്രാവശ്യമാണ് പറയേണ്ടത്, വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അത് കേൾക്കണം. മാത്രമല്ല ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന 10 വമ്പൻ പ്രതിഫലങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി കേൾക്കാം. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകം ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഇത് അവസാനം വരെ കാണണേ. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സ്നേഹബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും 2 കാര്യങ്ങളാണ് പഠിക്കുന്നത്. നിരവധി പേര് ചോദിച്ചിരുന്നു, ഉസ്താദെ ജീവിതത്തിൽ വലിയ പ്രയാസമാണ്. പ്രയാസം എന്ന് പറഞ്ഞാൽ നല്ല ശമ്പളമുണ്ട്, നല്ല പൈസ ഉണ്ട്, നല്ല വീടുണ്ട്, എല്ലാമുണ്ട്, ഒരു റാഹത്തില്ല, ഒരു ബറക്കത്തില്ല, ഒരു ഐശ്വര്യമില്ല. മറ്റു ചില ആളുകൾ പറയുന്നത് പണ്ടൊക്കെ കയ്യിൽ പൈസയൊന്നുമില്ല, ചെറിയ വീടൊക്കെ ആയിരുന്നു, പക്ഷെ സമാധാനം സ്വസ്ഥതയുണ്ടായിരുന്നു. ഇന്ന് നല്ല വീടുണ്ട്, ഒരുപാട് ശമ്പളമുണ്ട്, നല്ല കാറുണ്ട്, പക്ഷേ ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. എപ്പോഴും എന്തൊക്കെയോ മനസ്സിന് ഇങ്ങനെ ഒരു പ്രയാസം പോലെ, പ്രശ്നം പോലെയാണ് എന്ന് രണ്ടും വിഷമവും പറയുന്ന ആളുകളുണ്ട്. സത്യത്തിൽ ഇതിൻ്റെ പേരാണ് ഫഖർ എന്ന് പറയും. ഫഖർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാള അർത്ഥം ദാരിദ്ര്യം. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ ഭക്ഷണമില്ല, വെള്ളമില്ല, അതുമാത്രമല്ല നമുക്കൊരു സമാധാനമില്ല, അതും ഫഖറിൽപ്പെട്ടതാണ്, ദാരിദ്ര്യത്തിൽപ്പെട്ടതാണ്. വേണ്ട സമയത്ത് വേണ്ടത് കിട്ടാതിരിക്കുക, അത് ദാരിദ്ര്യമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കൊക്കെ ദാരിദ്ര്യമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു 5 രൂപ നമുക്ക് വേണം. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നു, ചീട്ടെടുക്കണം, 5 രൂപയാണ് ചീട്ടെടുക്കാൻ. ചുമ്മാ ഒന്ന് വിചാരിക്കുക, നമ്മുടെ കയ്യിൽ നോട്ടുമില്ല, ചില്ലറ പൈസയുമില്ല, പക്ഷേ ഗൂഗിൾ പേയിൽ 1 ലക്ഷം രൂപയുണ്ട്. എന്തെങ്കിലും ഗുണമുണ്ട് ആ സമയത്ത്? അവിടെ നോക്കുമ്പോൾ സ്കാനിങ്ങും ചെയ്യാനില്ല. പിന്നെ എന്ത് ചെയ്യും? നമ്മുടെ അടുത്തുള്ള ആൾക്ക് ഒരു 5 രൂപ ഗൂഗിൾ പേ ചെയ്തിട്ട് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങും. അങ്ങനെയൊക്കെ എത്രയോ അനുഭവം നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സമയത്ത്, അതായത് വേണ്ട സമയത്ത് വേണ്ട നമുക്ക് കിട്ടിയില്ല. അതെന്താണ്? ഫഖറിൽപ്പെട്ടതാണ്, ദാരിദ്ര്യത്തിൽപ്പെട്ടതാണ്. അത് ഇന്നത്തെ ആധുനിക ദാരിദ്ര്യമാണ് കേട്ടോ. അത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ കൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു അവസ്ഥ വരുന്നത്. അല്ലാഹു തആല ഇത്തരത്തിലുള്ള ഒരു ദാരിദ്ര്യത്തെ തൊട്ട് നമ്മളെല്ലാവരെയും പടച്ച തമ്പുരാൻ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ അത്തരത്തിലുള്ള ദാരിദ്ര്യ അവസ്ഥകളൊക്കെ മാറാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന, നമ്മൾ നിസ്സാരമായി കാണുന്ന, നമ്മൾ ശ്രദ്ധിക്കുക പോലും ഇല്ലാത്ത ചില കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പല അബദ്ധങ്ങളും പല ദാരിദ്ര്യങ്ങളും ഉണ്ടാവാറുണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം, നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം ആ ധരിച്ച രൂപത്തിൽ തന്നെ തുന്നുക എന്ന് പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഷർട്ട് ഷർട്ട് ഇട്ടപ്പോൾ അടിയിലത്തെ ബട്ടൺസ് അല്ലെങ്കിൽ ഇവിടുത്തെ ബട്ടൺസ് പൊട്ടിപ്പോയി. പെട്ടെന്ന് തന്നെ നമ്മൾ സ്വന്തമായിട്ട് ഒന്നെങ്കിൽ തുന്നും. അത് കാരണം വസ്ത്രം ഊരാൻ മടി, അല്ലെങ്കിൽ ഭാര്യയെ കൊണ്ട് നമ്മൾ തുന്നിപ്പിക്കും. അങ്ങനെ ചെയ്യുന്നത് എന്താണ്? അത് ദാരിദ്ര്യമുണ്ടാക്കും. അതുപോലെ തന്നെ ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലുള്ള കാര്യങ്ങളാണ്. പല ഹദീസുകളാണ്. എല്ലാ ഹദീസിൻ്റെയും അർത്ഥം മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ്. രണ്ടാമത്തേത്, പ്രത്യേകം എൻ്റെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. രാത്രിയിൽ മുറ്റമടിക്കാനോ അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ അടിക്കാനോ നിൽക്കരുത്. അത് ദാരിദ്ര്യമുണ്ടാക്കി തീർക്കും. രാത്രി അടിച്ചു വാരുക. നമ്മൾ ചോദിക്കുമ്പോൾ രാത്രി അടിച്ചപ്പോൾ ഇപ്പോൾ എന്താ കുഴപ്പം ഇവിടെ, എന്താ പറ്റുന്നത്, ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്നും പറ്റില്ല. രാത്രി അടിച്ചാലും പൊടിയൊക്കെ വരും, നമുക്ക് കൊണ്ടേ കളയാം. പക്ഷേ ആത്മീയമായി നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരാനുണ്ട്, ദാരിദ്ര്യം. പിന്നെ അത് ചിലപ്പോൾ നമുക്കായിരിക്കില്ല, നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല, നമ്മുടെ മക്കൾക്കായിരിക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവുക. ചിലപ്പോൾ നമ്മുടെ ഭർത്താവിനായിരിക്കും പ്രശ്നം ഉണ്ടാവുക.
കാരണം ആ കുടുംബത്തിൽ ഒരാൾ ചെയ്താൽ തന്നെ അതെല്ലാവർക്കും ബാധിക്കും. അത്തരത്തിലുള്ളൊരു ഒരു 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 പരീക്ഷണമാണ് ഈ ഫഖർ, ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ അടിച്ചു വാരിയിട്ട് വീടിൻ്റെ മൂലയിൽ ദിവസങ്ങളോളം കൂട്ടിയിടുന്ന ആൾ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് അടിച്ചു വാരി ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടു, മറ്റ് റൂം അടിക്കാൻ വേണ്ടി പോയി, അപ്പോൾ ആ കൂട്ടിയിട്ടത് കൊണ്ട് ദാരിദ്ര്യം വരുമെന്നല്ല പറഞ്ഞത്. എല്ലാ ദിവസവും അടിച്ചിട്ട് ഒരു സ്ഥലത്ത് എന്തെങ്കിലും കൂട്ടിയിടുക, അത് ദാരിദ്ര്യമുണ്ടാക്കും. പിന്നെ ഇന്നത്തെ കാലത്ത് ആണും പെണ്ണും ചെറുതും വലുതും എല്ലാവരും ചെയ്യുന്ന ഒരു ദാരിദ്ര്യമുണ്ടാക്കുന്ന കാര്യമാണ് മഴയെ കുറ്റം പറയുക, കാറ്റിനെ. ഒടുക്കത്ത മഴ, നശിച്ച കാറ്റ്, അല്ലേ? പൊരിഞ്ഞ ചൂടെന്നായിരിക്കും ഇന്നലെ പറഞ്ഞത്. ആ ചൂടിൽ നിന്ന് രക്ഷ കിട്ടാൻ കുറച്ച് മഴ പടച്ചു തന്നപ്പോൾ ഒടുക്കത്ത മഴ. ഇങ്ങനെ ശാപവാക്ക് പറയുക, നല്ല മഴയാണ് കേട്ടോ. അതിപ്പോൾ എന്താണ് നമ്മൾ സാധാരണ പറയുന്നത്, ഓ നല്ല മഴയാണ് കേട്ടോ, അങ്ങനെ പറയും. അതൊരു ശാപവാക്കല്ല, ഇത് ഒടുക്കത്ത മഴ, ശപിച്ച മഴ, അങ്ങനെ പറയാറ് ഒരിക്കലും പറയരുത്. കാരണം നമ്മളല്ല പെയ്യിപ്പിക്കുന്നത്, അത് അള്ളാഹുവാണ്. അപ്പോൾ ആ ഒടുക്കത്തെ മഴ എന്ന് പറയുമ്പോൾ ആ ശാപം ഒരു പക്ഷേ നമ്മൾ പടച്ചോനെ പ്രാകുന്നത് പോലെയാകും. അതുകൊണ്ട് അത് ദാരിദ്ര്യമുണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നു, പള്ളിയിൽ കയറുമ്പോൾ വലത് കാലുകൊണ്ട് കയറണം നമുക്കറിയാം, പക്ഷേ നമ്മൾ പലപ്പോഴും ഇടത് കാലുകൊണ്ട് കയറും, അതും ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാക്കും. ബാത്റൂമിൽ കയറുമ്പോൾ ഇടത് കാലുകൊണ്ട് കയറണമെന്ന് നമുക്കറിയാം, പക്ഷെ പലപ്പോഴും നമ്മൾ വലത് കാലുകൊണ്ട് കയറി പോകുന്നു, അതും ദാരിദ്ര്യമുണ്ടാക്കും. വീട്ടിൽ ചിലന്തി വല കളയാതിരിക്കുക, അതുമൊക്കെ വീട്ടിൽ ഇങ്ങനെ ആ മൂലയിൽ ഇങ്ങനെ ചിലന്തി വല, എട്ടുകാലി വലയൊക്കെ ഉണ്ടാകും, അതൊക്കെ ഒന്ന് അടിക്കുന്ന സമയത്ത് താഴെ അടിക്കുമ്പോൾ മുകളും ആ ചൂല് കൊണ്ട് മുകളിൽ ഒന്ന് അടിച്ച് വൃത്തിയാക്കുക. അതുപോലെ തന്നെ നിസ്കാരത്തെ നിസ്സാരമാക്കുക, അതും ദാരിദ്ര്യത്തെ ഉണ്ടാക്കുന്ന കാര്യം. അതൊക്കെ ഇന്ന് നോക്കുമ്പോൾ എത്രയോ സത്യമാണ്. ഇനിയുണ്ടല്ലോ, സമയമുണ്ടല്ലോ, അങ്ങനെ ഒരു ചിന്ത. അതിപ്പോൾ ആണിനും പെണ്ണിനും ഒക്കെ എല്ലാവർക്കും ഉള്ള ചിന്തയാണ്. നിസ്കാരത്തിന് സമയമാകുമ്പോൾ ഇനിയും കിടക്കുമല്ലോ, ഇനി 2.5 മണിക്കൂറുണ്ടല്ലോ, അപ്പോൾ നിസ്കരിക്കാം. നിസ്കാരത്തെ നിസ്സാരമാക്കുക, അതും ദാരിദ്ര്യമുണ്ടാക്കും. അപ്പം അതുപോലെ തന്നെ ദാരിദ്ര്യമുണ്ടാക്കുന്ന കാര്യമാണ് ചെയ്യേണ്ട ദുആകൾ ചെയ്യാതിരിക്കുക. ബാത്റൂമിൽ കയറുമ്പോൾ ഒരു ദുആ പറയണം, നമുക്കറിയാം. ഉറങ്ങുന്ന സമയത്ത് പറയേണ്ട ദുആ അറിയാം. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി പറയണമെന്നറിയാം. വാഹനത്തിൽ കയറുമ്പോൾ ഉള്ള ദുആ നമുക്കറിയാം. അതുപോലെ കാണുമ്പോൾ സലാം പറയണമെന്നറിയാം. തുമ്പിയാൽ അൽഹംദുലില്ലാ പറയണമെന്നറിയാം. പറയേണ്ട ദുആകൾ പറയേണ്ട സമയത്ത് പറയാതിരിക്കുക ദാരിദ്ര്യമുണ്ടാക്കും. ഇവിടെയാണ് നമ്മുടെ വിഷയം തുടങ്ങുന്നത്. വുദൂഇന് ശേഷം ഈ കാര്യം നമ്മൾ ചെയ്യുന്നവരാണോ എങ്കിൽ ദാരിദ്ര്യമുണ്ടാകും. അപ്പോൾ നമ്മൾ വുദൂഇന് ശേഷം ഒരു കാര്യം ചെയ്യാത്തവനാണോ ദാരിദ്ര്യമുണ്ടാകും. ഏത് കാര്യം? വുദൂഇന് ശേഷമുള്ള ദുആ. വുദൂഇന് ശേഷമുള്ള ദുആ നമുക്ക് എല്ലാവർക്കും അറിയാമായിട്ടും അത് ഉപേക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഫഖർ ഉണ്ടാകും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. വുദൂഇന് ശേഷമുള്ള ദുആ ഏതാണ്? നമുക്കൊന്ന് പറഞ്ഞാലോ? എല്ലാവർക്കും അറിയാവുന്ന ദുആയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ഇജ്അൽനി മിനത് തവ്വാബീന വജ്അൽനി മിനൽ മുതത്വഹിരീന വജ്അൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇതാണ് വുദൂഇന് ശേഷമുള്ള ദുആ. ഇത് എത്ര പേര് പറയാറുണ്ട്? എത്ര പേര് നമ്മൾ നിത്യമാക്കാറുണ്ട്? ഇതറിയാമല്ലോ പറയണമെന്ന്, പക്ഷെ പലപ്പോഴും പറയാറില്ല. അതുകൊണ്ട് എന്താണ്? ദാരിദ്ര്യം പലപ്പോഴും നമുക്ക് വന്നു പോകും. അതുകൊണ്ടൊന്നും ഉണ്ടാവാൻ പാടില്ല. ഈ കാര്യം ശ്രദ്ധിക്കണം. ഇനി വുദൂഇന് ശേഷം പല ആളുകളും ചെയ്യുന്നൊരു പരിപാടിയാണ്, നമ്മൾ ഒരു ദിവസം 5 നേരം നിസ്കരിക്കാൻ വേണ്ടി വുദൂ എടുക്കും. അതല്ലാത്ത സമയത്ത് നമ്മൾ വുദൂ എടുക്കാറുണ്ട്. ഒരു 5, 6, 7, 8 പ്രാവശ്യം നമ്മൾ വുദൂ എടുക്കും. ഈ വുദൂ എടുത്തു കഴിഞ്ഞ് നമ്മൾ പലപ്പോഴും ശരീരത്തിലെ വെള്ളം തുടച്ച് കളയാറുണ്ട്. അത് പല ആളുകളും സംശയം ചോദിക്കാറുണ്ട്. സാധാ ഈ ശരീരത്തിൽ നമ്മൾ വുദൂ എടുത്തു കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവില്ല, ആ വെള്ളം തുടച്ച് കളയാമോ? ദാരിദ്ര്യം ഉണ്ടാക്കുമെന്ന് കേട്ടല്ലോ എന്ന്. ഇവിടെ നമ്മൾ ഒരു ഹദീസ് നമുക്കൊന്ന് പരിശോധിക്കാം. മഹാനായ ഇമാം മുസ്ലിം തങ്ങൾ അവിടുത്തെ കിതാബിൽ കൊണ്ടുവരുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം വുദൂ എടുത്തു. നബി തങ്ങൾ വുദൂ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു സഹാബി സുമ്മ അതൈതുഹു ബിൽ മിന്ദീലി ഫറദ്ദഹു, അതായത് ആ ഒരു സ്വഹാബി കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ ശരീരത്തിലെ കയ്യിലെയും മുഖത്തേക്ക് വെള്ളം തുടക്കാൻ വേണ്ടി ഒരു തുകർത്ത് മിന്തിയിൽ ടവല് കൊണ്ടുവന്ന് കൊടുത്തു. നബി തങ്ങൾ പറഞ്ഞു വേണ്ടാന്ന്. കാരണം എന്താ? അത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെട്ടില്ല, തുടച്ചില്ല. ഈ ഒരു ഹദീസ് കൊണ്ട് മഹത്തുക്കൾ വിധി പറഞ്ഞു. എന്ത്? തുടക്കാൻ പാടില്ല. തുറക്കാൻ പാടില്ല കറാഹത്താണ്.
അത് സുന്നത്തിന് എതിരാണ് എന്ന് വിധി പറഞ്ഞ ആളുകളുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഹദീസ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ, കഴിയുമെങ്കിൽ നമ്മൾ ആ വെള്ളം അങ്ങനെ തന്നെ വെക്കലാണ് നല്ലത്. അതായത് വുദു എടുത്തു കഴിഞ്ഞ് മുഖത്തിലെ വെള്ളം, നമ്മളെ കയ്യിലെ വെള്ളമൊക്കെ തുടച്ച് കളയാതിരിക്കലാണ് നല്ലത്. ഇനി മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, തുടക്കാതെ, അതായത് നമ്മൾ വുദു എടുത്തു കഴിഞ്ഞാൽ മുഖവും കൈയൊക്കെ തുടക്കാതെ വെക്കലാണ് നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടച്ചില്ല. അപ്പം നബി തങ്ങൾ തുടച്ചില്ല, ചിലപ്പോൾ അതിന് കാരണം നല്ല ചൂടുള്ള സമയമായിരിക്കും. ആ ചൂടുള്ള സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തണുത്ത വെള്ളം കൊണ്ട് വുദു എടുത്തപ്പോൾ ആ വെള്ളം അവിടെ തന്നെ ഇരുന്നോട്ടെ, കാരണം ചൂടല്ലേ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം നബി തങ്ങൾ തുടക്കാതിരുന്നത് എന്ന് ഇതിന് വിശദീകരണം തരുന്നു. അതായത് ചൂടുള്ള സമയത്ത് ചിലപ്പോൾ നമ്മൾ വുദു എടുക്കുന്ന സമയത്ത് വെള്ളം ചൂടായിരിക്കും. അപ്പോൾ ആ ചൂടുള്ള വെള്ളം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകും. അല്ലെങ്കിൽ തണുത്ത കാലാവസ്ഥയാണ്, തണുത്ത വെള്ളം കൊണ്ടാണ് നമ്മൾ വുദു എടുത്തത്, ആ സമയത്ത് ആ വെള്ളം നമ്മുടെ ശരീരത്തിലുള്ളത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തുടക്കാം, കുഴപ്പമില്ല. കാരണം ഒരു ഹദീസിൽ മഹാനായ ഇമാം ഹാക്കിം തങ്ങൾ മുസ്തദ്രക് എന്ന കിതാബിൽ പറയുന്നു, 518 പേജിൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വുദു എടുത്തു കഴിഞ്ഞ് തുടക്കാനായിട്ടൊരു പ്രത്യേകമായ ടവൽ തന്നെ ഉണ്ടായിരുന്നു എന്നൊരു ഹദീസിൽ കാണാം. അപ്പോൾ 2 രൂപത്തിലും ഹദീസ് വന്നിട്ടുണ്ട്. മിൻഹാജ് എന്ന കിതാബിൽ ഇമാം നബവി തങ്ങൾ പറയുന്നു, പരമാവധി നമുക്ക് പറ്റുമെങ്കിൽ ആ വെള്ളം തുടക്കാതിരിക്കലാണ് നല്ലത്. പക്ഷേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അതായത് എന്തെങ്കിലും രോഗമുണ്ട്, അല്ലെങ്കിൽ അസ്വസ്ഥതയുണ്ട്, അല്ലെങ്കിൽ നല്ല തണുപ്പാണ്, അല്ലെങ്കിൽ നല്ല ചൂടാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ തുടച്ച് കളയാം, കുഴപ്പമില്ല. അപ്പോൾ പറ്റുമെങ്കിൽ ആ വെള്ളം അവിടെ ഇരുന്നോട്ടെ. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് തുടച്ചെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതാണ് വുദുവിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി വുദു എടുത്തു കഴിഞ്ഞ് നമ്മൾ ഇനി പറയാൻ പോകുന്ന ഒരു സ്വലാത്ത്, ചെറിയ സ്വലാത്ത്. ഈ സ്വലാത്ത് പറഞ്ഞാൽ നമുക്ക് വുദു എടുത്താൽ തന്നെ പ്രതിഫലം എന്താ? നാളെ ആഖിറത്തിൽ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുദുവിൻ്റെ അവയവങ്ങൾ, നമ്മുടെ മുഖവും നമ്മുടെ കൈയും കാലും തലയും ഒക്കെ പ്രകാശിക്കുന്നവരായി കാണും. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഉമ്മത്തിനെ തിരിച്ചറിയുക എന്നൊരു ഹദീസിലുണ്ട്. അപ്പോൾ വുദു എടുത്താൽ എന്താ പ്രതിഫലം? നമ്മുടെ മുഖം പ്രകാശിക്കും. എപ്പോ? ആഖിറത്തിൽ. എന്നാൽ ഇനി പറയുന്നൊരു സ്വലാത്ത് പറഞ്ഞാൽ, വുദു എടുത്തതിന് ശേഷം ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്നത് 10 പ്രതിഫലമാണ്. 1, അള്ളാഹുമായിട്ട് അവനിക്ക് വലിയ അടുപ്പമുണ്ടാകും. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് വലിയ സ്നേഹം, അടുപ്പമുണ്ടാകും. 3, നടക്കില്ലെന്ന് ഉറപ്പിച്ച കാര്യം അള്ളാഹു നടത്തി കൊടുക്കും. 4, കുടുക്കിൽ നിന്നും അള്ളാഹു ഊരിക്കൊടുക്കും. 5, ഞെരുക്കം മാറാൻ, എളുപ്പം കിട്ടാൻ ഈ സ്വലാത്ത് വളരെ അധികം നമുക്ക് ഉപകാരമാണ്. അതുപോലെ തന്നെ 6-ാമത്തേത് ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ. 7-ാമത്തേത് പൈശാചികമായ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ. 8-ാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് കിട്ടും. 9-ാമത്തേത് ആഖിബത്ത് നന്നാകും. 10-ാമത്തേത് മഹ്ശറിൽ നമ്മുടെ മുഖം ഒന്നുകൂടി പ്രകാശിക്കും. 14-ാം രാവിലെ പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖവുമായിട്ട് വരും ഈ സ്വലാത്ത് നിത്യമാക്കുന്ന ആളുകൾക്ക്. എന്താണ് ആ സ്വലാത്ത്? ഏതാണ് ആ സ്വലാത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ ഉണ്ടല്ലോ. ഒരു മനുഷ്യൻ വുദു എടുത്തതിന് ശേഷം പറ്റുന്നത് പോലെ ഈ സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് അള്ളാഹു 10 പ്രതിഫലമാണ് നൽകുന്നത്. 10 പ്രതിഫലങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 10-ാമത്തെ പ്രതിഫലമാകുന്ന മുഖം പ്രകാശിച്ച് സ്വർഗത്തിലേക്ക് കടക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഏതാണ് ആ സ്വലാത്ത്? ചൊല്ലിക്കോ, കൂടെ ചൊല്ലിക്കോ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അല്ലാഹുമ്മ സ്വല്ലി അലാ നൂറിൽ അൻവാർ വസിറിൽ അസ്റാർ സയ്യിദിനാ മുഹമ്മദിൻ അൽ മുഖ്താർ വആലിഹിൽ അത്ഹാർ വസുഹാബിഹിൽ അഖിയാർ. ഇത് നമുക്കൊക്കെ പലപ്പോഴും അറിയാവുന്ന അല്ലെങ്കിൽ ചൊല്ലിയിട്ടുള്ള സ്വലാത്താണ്. ഈ സ്വലാത്ത് പല രൂപത്തിലും വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ചുരുങ്ങിയ രൂപം നമ്മൾ ഇതിൽ നിന്നും എടുത്തതാണ്. പല രൂപത്തിൽ ഈ സ്വലാത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേറെ ചില വാക്കുകളൊക്കെ ചേർത്തിട്ടുള്ള സ്വലാത്തുണ്ട്. നമ്മൾ അതിൽ ചുരുങ്ങിയ സ്വലാത്താണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ചൊല്ലിയാലോ? അല്ലാഹുമ്മ സ്വല്ലി അലാ നൂറിൽ അൻവാർ വസിറിൽ അസ്റാർ സയ്യിദിനാ മുഹമ്മദിൻ അൽ മുഖ്താർ വആലിഹിൽ അത്ഹാർ വഅസ്ഹാബിഹിൽ അഖിയാർ. ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലാ നൂറിൽ അൻവാർ വസിറിൽ അസ്റാർ സയ്യിദിനാ മുഹമ്മദിൻ അൽ മുഖ്താർ വആലിഹിൽ അത്ഹാർ
وصحابه الأخيار اللهم صل على نور الأنوار وسر الأسرار سيدنا محمد المختار وآله الأطهار وصحابه الأخيار اللهم صل على نور الأنوار وسر الأسرار سيدنا محمد المختار وآله الأطهار وصحابه الأخيار اللهم صل على نور الأنوار وسر الأسرار سيدنا محمد المختار وآله الأطهار وصحابه الأخيار. അപ്പോൾ അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ വുദു, ആ വുദു എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പോൾ വുദു എടുത്തതിന് ശേഷം ഒരു ദുആയുണ്ട്, ആ ദുആ നമ്മൾ പറഞ്ഞു. ആ ദുആ കഴിഞ്ഞ് നമ്മൾ ഈ ഒരു സ്വലാത്ത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ മതി, ഒരൊറ്റ പ്രാവശ്യം. ഈ സ്വലാത്ത് കാണാതെ പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക. ഇത് നമ്മൾ അവിടെ വെച്ച് തന്നെ ചൊല്ലണമെന്നില്ല. നമ്മൾ വുദു എടുത്ത് കഴിഞ്ഞ് നമ്മൾ മൊബൈലിൽ നോക്കിയിട്ട് ഈ സ്വലാത്ത് വെറുതെ ചൊല്ലിയാൽ മതി. വുദു എടുത്ത് കഴിഞ്ഞിട്ട് മൊബൈലിൽ നോക്കി അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടെല്ലാം നമ്മുടെ ബുക്കിൽ എഴുതി വെച്ചിട്ട് അത് നോക്കി ഒരു പ്രാവശ്യം ചൊല്ലിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ പ്രത്യേകം സൂക്ഷിക്കേണ്ട, പ്രത്യേകിച്ച് വുദുവിന് ശേഷം നമ്മൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേ. അല്ലാഹു തആല ഈ പറഞ്ഞ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, അതുപോലെ തന്നെ ഈ ദുആഇൻ്റെ ഈ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. വേദനകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ പടച്ചവൻ മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.